പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ കോവിഡ് കാലത്ത് എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും വീടുകളിൽ തന്നെ കഴിയുന്നെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. എങ്കിലും നിങ്ങൾ ആരും തന്നെ മാനസികമായി സന്തുഷ്ടരല്ല എന്നെനിക്കറിയാം. എന്തുകൊണ്ടാണത്? നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും നിങ്ങളുടെ ടീച്ചേഴ്സിനെയും സ്കൂളുമായൊന്നും അടുത്തിടപെടാൻ കഴിയാത്ത ഒരവസ്ഥ വല്ലാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണ്. എങ്കിലും ഈ അവധിക്കാലം നഗരങ്ങളിലുള്ള കുട്ടികളേക്കാൾ നിങ്ങളൊക്കെ വളരെ സന്തോഷകരമായി കഴിഞ്ഞുവെന്നും ടീച്ചർ പ്രതീക്ഷിക്കുന്നു. എന്താണ് അതിന് കാരണം? ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിലും നാട്ടിൻപുറത്ത് ഫലവർഷങ്ങൾ സമൃദ്ധമായിരുന്ന കാലമായിരുന്നു അല്ലേ? മാമ്പഴവും ചക്കപ്പഴവും നിങ്ങൾ ഒരുപാട് കഴിച്ചിരിക്കും. പല രൂപത്തിൽ തന്നെ അകത്താക്കി കഴിഞ്ഞിരിക്കുകയും ചെയ്യും. ഈ നാട്ടിൻപുറത്തുള്ള വിശേഷങ്ങളൊക്കെ നഗരത്തിലെ കുട്ടികൾക്ക് കിട്ടിക്കാണത്തില്ല. അതുതന്നെയാണ് നാട്ടിൻപുറത്തെ സവിശേഷത അല്ലേ? എന്തെല്ലാം പ്രത്യേകതകളാണ് നാട്ടിൻപുറം സമ്പന്നമാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാമോ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. നാട്ടിൻപുറത്തെ വിശേഷങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. ശരിയാണ്, അവിടെ പറഞ്ഞത് ശരിയാണ്. എന്താണ്? നന്മ നിറഞ്ഞ ആൾക്കാരാണ്. ഇനി എന്ത് പറയാൻ കഴിയും? ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ. ശരിയാണ്, പരസ്പര സഹകരണവും സ്നേഹബന്ധവുമൊക്കെ പുലർത്തുന്ന അയൽപക്ക കുടുംബങ്ങളും ബന്ധങ്ങളുമൊക്കെ നമുക്ക് നാട്ടിൻപുറത്തെ കാണാൻ കഴിയും. ഇനിയുമുണ്ടോ വിശേഷങ്ങൾ? ഉണ്ടല്ലേ, ഒത്തിരി വിശേഷങ്ങളുണ്ട്. നഗരങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങൾ ഹരിതാപമാണല്ലേ? കുന്നുകളും മലകളും കുഴികളും പച്ച നിറഞ്ഞ വയലേലകളും കുട്ടികൾ കളിക്കുന്ന പറമ്പുകളും വയലുകളും അതുപോലെ കാലികൾ മേയുന്ന വയലുകളും പറമ്പുകളും പക്ഷിമൃഗാദികളും കുളങ്ങളും കൊച്ചരുവികളും കളകളാരവം പൊഴിച്ചുകൊണ്ടൊഴുകുന്ന തോടുകളും എന്തെല്ലാം വിശേഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിയല്ലേ? ഈ ഒരു അനുഭവം നഗരത്തിൽ കിട്ടുന്നില്ല തന്നെ. ഈ നന്മ നിറഞ്ഞ നാട്ടിൻപുറം നാട്യം ഒട്ടും തൊട്ട് തെച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ നഗരങ്ങളിലാണെങ്കിലോ അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ, നഗരം നാട്യപ്രധാനം, അല്ലെങ്കിൽ നാട്യപ്രധാനം നഗരം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങൾക്കും എല്ലാം അറിയാം നമ്മുടെ നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ. ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? നഗരങ്ങളെ അപേക്ഷിച്ച് നാട്ടിൻപുറത്ത് കിട്ടുന്ന സുഖങ്ങളും അല്ലെങ്കിൽ ഫലങ്ങളൊന്നും നഗരത്തിൽ കിട്ടുന്നില്ല എന്നല്ല. പക്ഷേ നമ്മൾ നാട്ടിൻപുറത്ത് കഴിക്കുന്ന തക്കവണ്ണം അല്ലെ ഫ്രഷായി അല്ലെ ശുദ്ധമായ പഴവർഗ്ഗങ്ങളൊന്നും കിട്ടുന്നില്ല. അവിടെയൊക്കെ എത്തുമ്പോൾ അതിൽ കുറേ കീടനാശിനികൾ തളിച്ചൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെയല്ലേ, നാട്ടിൻപുറത്ത് വസിക്കുന്നവർ തന്നെയാണ് എന്തുകൊണ്ടും സുരക്ഷിതരും ആഹ്ലാദകരമായും കഴിയുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ലേ? നാട്ടിൻപുറ വിശേഷങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്ത്. ഏതിനും നാട്ടിൻപുറ വിശേഷങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു യൂണിറ്റാണ് നിങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത്. നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ. ആദ്യം നമ്മൾ മനുഷ്യബന്ധത്തിന്റെ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന പാഠഭാഗങ്ങളായിരുന്നെങ്കിൽ ഇവിടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന്റെ അല്ലെങ്കിൽ ആത്മബന്ധത്തിന്റെ പവിത്രത വ്യക്തമാക്കുന്ന പാഠഭാഗങ്ങളാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഇവിടെ നമുക്ക് നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്നാണ് യൂണിറ്റിന് പേര് തന്നെ നൽകിയിരിക്കുന്നത്. നിലാവ് പെയ്യുന്ന നാട്ടുവഴി. എല്ലാ വാക്കും നമുക്ക് വളരെ ഇഷ്ടമാണല്ലേ? നിലാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം എത്തിക്കാറുണ്ട് ആ വാക്ക്. നിലാവ് ഇഷ്ടമില്ലാത്തവർ ആരാണ്? നിലാവിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി ഇഷ്ടമില്ലാത്തവർ ആരാണ്? എത്രയോ കവികൾ അങ്ങനെയുള്ള നിലാവ് പെയ്യുന്ന അല്ലെങ്കിൽ നിലാവ് നിറഞ്ഞു നിൽക്കുന്ന രാത്രിയെക്കുറിച്ച് പാടിയിരിക്കുന്നു. നിങ്ങൾ തന്നെ നിലാവിനെ കുറിച്ചൊരു പാട്ട് പറഞ്ഞപ്പോഴാണ് ടീച്ചറിന് ഓർമ്മ വരുന്നത്. നിങ്ങൾ രാവിലെ കഴിഞ്ഞ് എന്നൊരു പാഠഭാഗത്തിൽ രണ്ടിടം കഴി എന്ന സിനിമയിലെ ഒരു ഗാനം ഓർമ്മിച്ചിരുന്നല്ലോ. ഏതാണത്? തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ ഏനു നെഞ്ചിൽ നിറയണ പൂക്കിനാവേ. ഓർമ്മ വന്നില്ലേ ഗാനം? നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗാനമൊക്കെ കേൾക്കാൻ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ പെയ്യുക എന്ന വാക്ക്, മഴയാണ് സാധാരണ പെയ്തിറങ്ങുന്ന അനുഭവം അല്ലേ? ഇവിടെ നിലാവ് പെയ്തിറങ്ങും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഊർന്നിറങ്ങുന്ന അല്ലെങ്കിൽ അരിച്ചിറങ്ങുന്ന ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാവുന്നത്. അതുപോലെ നാട്ടുവഴികൾ എന്ന് പറയുമ്പോഴോ നമുക്കറിയാം ഗ്രാമീണമായ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നിറയെ അല്ലെ കുന്നുകളും മലകളും കാടുകളും എല്ലാം നിറഞ്ഞ ഹരിതാപമായൊരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക്, തോടും പുഴയും എല്ലാം നിറഞ്ഞൊരു അനുഭവം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടല്ലേ? അപ്പോൾ നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന് പറയുമ്പോൾ ആ ഗ്രാമീണതയുടെ സൗഭാഗ്യം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ പിന്നെ നാട്ടുവഴികൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് കാണാൻ ചുരുക്കമാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പരിഷ്കാരത്തിൻ്റെതായ ആ ഒരു പരിഷ്കാരമൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടുവഴികൾ എന്ന് പറയുന്നത് ടാറൊന്നും ചെയ്തിട്ടില്ല. പൊതുഗതാഗതത്തിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിലും ടാറിട്ട റോഡുകളൊന്നും ആയിരുന്നില്ല. ഇന്ന് അങ്ങനെയുള്ള വഴികളെല്ലാം തന്നെ
നമുക്ക് ഗതാഗത യോഗ്യമായി അല്ലെങ്കിൽ തിക്കും തിരക്കുമായി നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും മാറിയിരിക്കുകയാണ്. എന്നാലും അങ്ങനെയൊന്നും ഇല്ലാത്ത വഴികളും അല്പം ഉൾഭാഗങ്ങളിലേക്ക് ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരിയല്ലേ? ആ നാട്ടുവഴികൾ എന്ന് പറയുന്നത് പണ്ട് ആളുകൾക്ക് ഒരുമിച്ച് കൂടിച്ചേരാനും അവരുടെ നാട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയുള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് ആൾക്കാർക്ക് അതിന് സമയവുമുണ്ടായിരുന്നു. പരസ്പരം അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാനും തിരക്കാനും ഒരുമിച്ച് യാത്രകൾ ചെയ്യാനുമെല്ലാം അന്ന് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് അതിനൊന്നുമുള്ള സൗകര്യം ജനങ്ങൾക്ക് ഇല്ലതാനും അതിനാർക്കും മെനക്കെടാനും വയ്യ, അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു ഊഷ്മളമായ ബന്ധങ്ങൾ ഇന്ന് ഗ്രാമങ്ങളിലുള്ളതുപോലെ നഗരങ്ങളിൽ കാണാൻ കഴിയുന്നുമില്ല. അതുപോലെ ഇപ്പോൾ ആ ഒരു ഊഷ്മളമായ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നുമുണ്ട്. നാട്ടിൻപുറ വിശേഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെയാണ് ഓർമ്മ വരുന്നത്. എത്ര സമ്പൽ സമൃദ്ധമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്കെല്ലാം കിട്ടിയിരുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ആ അനുഭവങ്ങൾ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അന്നത്തെ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും ഇന്നുള്ള രക്ഷിതാക്കളെ പോലെ കുട്ടികളെ പോലെ മത്സര ബുദ്ധി പഠന കാര്യത്തിലൊന്നും ഇല്ലായിരുന്നു. ഇന്നും അന്നും ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും ഇന്നത്തെ പോലുള്ള ആ ഒരു കഠിന പരിശ്രമങ്ങളൊന്നും രക്ഷിതാവിൻ്റെ ഭാഗത്തും കുട്ടിയുടെ ഭാഗത്തുനിന്നും വളരെ കൂടുതലായി കാണാൻ കഴിയില്ലായിരുന്നു. പിന്നെ നമുക്ക് പറയുമ്പോൾ അന്ന് സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച്, അന്ന് ട്യൂഷനൊന്നും അധികമായിട്ടില്ല. അതുകൊണ്ട് രാവിലെയൊക്കെ ഒത്തിരി സമയം കിട്ടും. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് കൂട്ടുകാരെയൊക്കെ ഒരു വീടുകളിൽ ചെന്ന് വിളിച്ച് ഇറക്കി ഒരുപാട് കൂട്ടങ്ങൾ ചേർന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ പോലെ ബാഗൊന്നുമില്ല. അതൊരു കൊച്ചു സഞ്ചിയോ അല്ലെങ്കിൽ പുസ്തകമൊക്കെ ഞാനൊരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അടുക്കിയൊക്കെ വെച്ചാണ് കൊണ്ടുപോകുന്നത്. പുസ്തകമൊന്നും എല്ലാം എടുത്തില്ല. നമ്മൾ ഉപ്പുമാവിനുള്ള ഇല അല്ലെങ്കിൽ വട്ട ഇലയൊക്കെ ശേഖരിച്ച് നമ്മുടെ വസ്ത്രങ്ങൾക്ക് ഇടയിലോ അല്ലെങ്കിൽ പുസ്തകത്തിനിടയിലോ ഒളിപ്പിച്ച് വെക്കാറുണ്ട്. അത് മറക്കത്തില്ല. പിന്നെ അതുപോലെ പോകുന്ന വഴിയിലുള്ള മാവിൻ്റെ മുട്ടിൽ അല്ലെ പുളിച്ചിക്കയുടെ പുളിച്ചി മരത്തിൻ്റെ മുട്ടിൽ പുളിയുടെ മുട്ടിൽ നെല്ലിയുടെ മുട്ടിൽ ജാമ്പയുടെ മുട്ടിൽ അങ്ങനെ എല്ലാം കയറി ഇറങ്ങി അതൊക്കെ ശേഖരിച്ച് പുസ്തക സഞ്ചിയിലൊക്കെ ഒളിപ്പിച്ച് പിന്നെ കൂട്ടുകാരെയൊക്കെ എല്ലാവരെയും ചേർത്ത് സ്കൂളിലെത്തി അതൊക്കെ ഒന്ന് പങ്കുവെച്ച് ഒരു സ്ലേറ്റ് പച്ച കൊടുത്ത് ഒരു പെൻസിൽ വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു പെൻസിൽ കൊടുത്ത് ഒരു പിന്നെ റബ്ബർ കട്ട വാങ്ങിയൊക്കെ ആ കഴിഞ്ഞിരുന്ന കാലം ഇന്നും വളരെ സന്തോഷകരമായി തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് ബസ്സുകളൊന്നുമില്ല. നമ്മൾ നടന്നു തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഈ പുസ്തക സഞ്ചിയിൽ പുളിയൊക്കെ ഒളിപ്പിച്ച കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ വിജയലക്ഷ്മിയുടെ ഒരു കവിത പഠിച്ചിട്ടുണ്ടല്ലോ, പുതുവർഷം എന്നൊരു കവിത. കവിത ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെയൊക്കെ മനസ്സിൽ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണത്? അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നരാ പോയ കാലം, മാവേലി നാടുവാണിടം കാലം, പാടിപ്പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം, ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണിക്കേറും നേരം, കൂപ്പുക കുഞ്ഞിക്കയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം, പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം. വരെയെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ കാണും അല്ലേ? ആ കവിയുടെ ആ മനസ്സിലേക്ക് ഓർന്നിറങ്ങിയ ബാല്യകാല അനുഭവങ്ങളും കൗമാരത്തിലെ യൗവനത്തിലെ കാര്യങ്ങളാണ് കവി നമുക്കവിടെ പങ്കുവെച്ചത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാം മനസ്സിൽ എല്ലാവർക്കും ഓരോ ഓർമ്മകൾ എത്തിക്കാണും അല്ലേ? അത് നമുക്കൊന്ന് പങ്കുവെച്ചാലോ? നിങ്ങളുടെ നാട്ടുവിശേഷങ്ങളോ അല്ലെ നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളോ എല്ലാം നിങ്ങളൊന്ന് ഓർമ്മിച്ച് ഞാനും എൻ്റെ ഗ്രാമവുമെന്നോ അല്ലെ ഞാനും എൻ്റെ ഓർമ്മകളൊന്നോ പറഞ്ഞ് നിങ്ങൾക്ക് ചില ആവിഷ്കാരങ്ങൾ നടത്തിയാലോ? ഇവിടെ ഇപ്പം ശ്രീമതി വിജയലക്ഷ്മി കവിതാരൂപത്തിലാണ് ആവിഷ്കരിച്ചത്. നിങ്ങൾക്ക് കഥയോ കവിതയോ നോവലോ ചിത്രങ്ങളോ ഏത് രൂപത്തിലും അത് ആവിഷ്കരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളത് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ടീച്ചേഴ്സിനോ ഷെയർ ചെയ്യുക. എനിക്കും അയച്ചു തരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പങ്കുവയ്ക്കാം. 94 95 60 47 61. നിങ്ങൾക്ക് ടീച്ചറിനും അയച്ചു തരാം. ടീച്ചർ അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം. നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റിൻ്റെ ശീർഷകത്തിൽ സംഘകാല കവയിത്രിയായ അവയാറിൻ്റെ പുറനാനൂറ് എന്ന കൃതിയിലെ 4 വരികൾ, ആശയസമ്പുഷ്ടമായ 4 വരികളാണ് ഇവിടെ വിശകലനത്തിന് തന്നിരിക്കുന്നത്. നിങ്ങളുടെ പുസ്തകം നോക്കാം. ഏതാണ് ആ വരികൾ? കാടായാലും നാടായാലും കുന്നായാലും കുഴിയായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നന്നേ വാഴുക നിലമേ എന്നാണ്. അവിടെ ഒരു ചോദ്യം തന്നിട്ട് നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ, എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? കാടായാലും നാടായാലും, അതായത് നമ്മൾ എവിടെയാണോ വസിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശത്തിൻ്റെ സാഹചര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല.
അവിടെ വസിക്കുന്ന ആൾക്കാർ നല്ലതാണെങ്കിൽ ആ പ്രദേശം സ്വാഭാവികമായും ശ്രേഷ്ഠമായി തീരുന്നു, അല്ലെങ്കിൽ നല്ലതായി തീരുന്നു. അതുപോലെ നല്ല പ്രദേശമാണ്, എല്ലാം കൊള്ളാം, പക്ഷെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സ് ശരിയല്ലെങ്കിലോ, അവർ നന്മക്ക് പകരം തിന്മകളാണ് ചെയ്യുന്നതെങ്കിലോ ആ സ്ഥലം പോലും എന്ത് ചെയ്യുന്നു, മോശമായി അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സ്ഥലത്തിന് പോലും പേരുദോഷം വരുന്നു. നമ്മുടെ മനുഷ്യന്റെ പ്രവൃത്തികളാണ് അല്ലെങ്കിൽ നന്മയുടെ വെളിച്ചമാണ് ഓരോ പ്രദേശത്തെയും തെളിച്ചമുള്ളതാക്കി മാറ്റുന്നത് എന്നൊരു മഹത്തായ ജീവസത്യം തന്നെയാണ് അവിടെ കവയിത്രി നമുക്ക് പങ്കുവയ്ക്കുന്നത്. മറ്റൊരു പഴഞ്ചൊല്ല് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എന്താണത്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം, അല്ലേ? അവിടെ ജീവനില്ലാത്ത ഒരു കല്ലിന് പോലും ഒരു മുല്ലപ്പൂ അടുത്തുണ്ടെങ്കിൽ അതിന്റെ സമ്പർക്കത്താൽ പരിമളം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കാൻ, സാധാരണ നമ്മളിതെല്ലാം പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മുടെ സുഹൃബന്ധങ്ങളിലൊക്കെ അല്ലെങ്കിൽ സ്വഭാവ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ പറയാറുണ്ട്, അവന്റെ കൂട്ടുകെട്ട് ശരിയല്ല, അവന്റെ കൂട്ട് അല്ലെങ്കിൽ മറ്റൊരു മോശം സ്വഭാവമുള്ള കുട്ടിയോട് ചേരുന്നെങ്കിൽ അവനും ആ നിലയിലേക്ക് പോകുന്നു. ചിലപ്പോൾ തിരിച്ച് സംഭവിക്കാം. മോശമായ സ്വഭാവമുള്ള ഒരു കുട്ടിയുടെ സമ്പർക്കം നല്ലൊരു സ്വഭാവ ഗുണമുള്ള കുട്ടിയോട് ചേരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ നല്ല ശീലത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ്, അല്ലെങ്കിൽ നാം തന്നെയാണ് നമുക്ക് സ്വർഗവും നരകവും പണിയുന്നത് എന്നൊരു മഹത്തായ ആ ജീവിത സത്യം ഉള്ളൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രേമസംഗീതം എന്ന കവിതയിൽ ഉള്ളൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ കാണുന്നത്. പ്രധാനമായും നമുക്ക് 4 പാഠങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ കൊച്ചി ചക്കരിച്ചി എന്ന പാഠഭാഗമാണ്. എ പി ഉദയഭാനു ഗദ്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ ആ പാഠഭാഗത്തിൽ കിടക്കും. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാം. അദ്ദേഹത്തിന്റെ തറവാടിൽ വളർന്നു വന്ന കുടുംബാംഗത്തെ പോലെ കരുതിയിരുന്ന കൊച്ചി ചക്കരിച്ചി എന്ന് ഓമന പേരിട്ട് വളർത്തിയിരുന്ന ഒരു നാടൻ മാവിനെ കുറിച്ചുള്ള ഒരു ഉപന്യാസമാണ്, ഒരു കഥാത്മക സ്വഭാവമുള്ള ഒരു ഉപന്യാസമാണ് അതിലൂടെ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് കാരൂർ നീലകണ്ഠപിള്ളയുടെ കോഴിയും കിഴവിയും എന്ന പാഠഭാഗമാണ്. മനുഷ്യബന്ധത്തിന്റെ ആ സ്നേഹബന്ധത്തിന്റെയും നന്മയുടെയും ഒക്കെ കഥ വ്യക്തമാക്കുന്ന, അതിരുകെട്ടി തിരിച്ചാലും അതിനപ്പുറത്തേക്ക് നീളുന്ന മനുഷ്യബന്ധത്തിന്റെ സ്വാഭാവികമായ ആ സ്നേഹബന്ധത്തിന്റെ പവിത്രത വ്യക്തമാക്കുന്ന ഒരു കഥയാണ് കോഴിയും കിഴവിയും. ഇവിടെ ഒടുവിൽ ആ കഥയ്ക്ക് മറ്റൊരു തലത്തിലേക്ക് പോകുമായിരുന്ന ആ കഥയ്ക്ക് ഒരു കിഴവിയായ തള്ളയുടെ ആ മനസ്സിന്റെ നന്മ ഇടപെടുകയും അവർ സംസാരിക്കുകയും ആ ശത്രുതയിലിരുന്ന ശത്രുതാ മനോഭാവം വളർത്തിയ ഒരു കുടുംബത്തെ നല്ല നിലയിൽ കൊണ്ടുവരികയും അങ്ങനെ കഥയ്ക്ക് നല്ലൊരു പരിസമം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ആ കഥയിൽ പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഓണമുറ്റത്ത് എന്ന പാഠഭാഗമാണ് രണ്ടാമത് വരുന്നത്. ഓണമുറ്റത്ത് കഴിഞ്ഞിട്ടാണ് കോഴിയും കിഴവിയും വരുന്നത്. ഓണമുറ്റത്ത് എന്ന വൈലോപ്പിള്ളിയുടെ കവിതയിൽ പ്രകൃതിയും മനുഷ്യനും ഓണത്തെ വരവേൽക്കാൻ നടത്തുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിന്റെ സാംസ്കാരികമായ ആ ചൈതന്യത്തെയും ആ തനിമയുടെയും ആ പഴമയുടെയും എല്ലാം പ്രഭാവം വിളിച്ചോന്ന ആ ഒരു വരികളാണ് ആ കവിതയിൽ കവി വ്യക്തമാക്കുന്നത്. അതുപോലെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നല്ല കാലത്തിന്റെ സ്മരണകൾ ഇല്ലാതാവുന്നതിനെ കുറിച്ച് കവി വ്യാകുലപ്പെടുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ ജീവസത്യങ്ങളെയും ആദർശങ്ങളെയും സന്ദേശങ്ങളെയും വ്യക്തമാക്കുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന മഹത്തായ ആത്മവാക്യം നമുക്ക് പകർന്നു തന്ന ദൈവതുല്യനായി നമ്മളെല്ലാം കാണുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ ജീവസന്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗം. ഇത്രയും പാഠഭാഗങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എ പി ഉദയഭാനുവിന്റെ കൊച്ചി ചക്കരിച്ചി എന്ന പാഠഭാഗമാണ്. അതിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ തറവാട്ടിൽ ഓമനിച്ച് വളർത്തിയിരുന്ന മാവുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അരിമത്തത്തോടെ വളർത്തിയിരുന്ന കൊച്ചി ചക്കരിച്ചി എന്ന ഓമനപ്പേരിൽ വളർത്തിയിരുന്ന ഒരു മാവിനെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. മാവുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാൻ കാണും, അല്ലേ? മാവ് ഇഷ്ടമില്ലാത്തവർ ആരും കാണത്തില്ല, മാങ്ങ ഇഷ്ടമില്ലാത്തവർ ആരും കാണത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി മാവുകൾ കാണും. ഒത്തിരി മാവുകളുടെ പേര് നിങ്ങൾക്കറിയാം, അല്ലെ? ഒത്തിരി മാങ്ങകളുടെ പേരറിയാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. മൂവാണ്ടൻ, താളി, കർപ്പൂരൻ, കിളിച്ചുണ്ടൻ, അങ്ങനെ എത്രയോ മാങ്ങകൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന മാവുകൾ അല്ലെ മാങ്ങകളുടെ എല്ലാം പേരെന്നെഴുതി തയ്യാറാക്കി വയ്ക്കുക. അതുപോലെ മാവുകളെ കുറിച്ച് നമ്മൾ ഒത്തിരി മാവുകളുമായി ബന്ധപ്പെട്ട ഒത്തിരി കവിതകളും കഥകളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ക്ലാസ് എടുത്ത ടീച്ചർ തന്നെ പഞ്ചാര മാവ് വീണു എന്നൊരു മാവിൻ്റെ കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചല്ലോ അതേ പ്രാർത്ഥന എന്ന കവിത. ആരുടേതായിരുന്നു? ഇടശ്ശേരി ഗോവിന്ദനായരുടെ അതേ പ്രാർത്ഥന എന്ന കവിത ഓർമ്മിക്കുന്നുണ്ടോ? ഏതാണ് ആ വരികൾ?
എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. വസന്തത്തോടർത്തിച്ചതു വെറുതെയായില്ല, തെന്മാവടിമുടി പൂങ്കുലകൾ അണിഞ്ഞു നിന്നു. ഒരു പൂവും കൊഴിയാതെ ഉണ്ണികൾ വിരിഞ്ഞു, പിന്നീടൊരുണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വന്നു എന്ന് തുടങ്ങുന്ന മനോഹരമായ കവിത എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതുപോലെ പ്രകൃതിയിലെ സസ്യങ്ങൾ മനുഷ്യന് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്യുന്നത്. മനുഷ്യൻ തിരിച്ച് പ്രകൃതിക്ക് ദോഷമാണ് ചെയ്യുന്നതെങ്കിലും എന്തെല്ലാം ഉപകാരങ്ങളാണ് സസ്യങ്ങൾ നമുക്ക് വേണ്ടിയല്ല, മരങ്ങൾ വൃക്ഷങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ചില കവിതാശാലകൾ ഓർമ്മിക്കുന്നുണ്ടോ? ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരി ചൂടകറ്റും, ഹനിപ്പവനും കളി പാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. മഹത്തായ സത്യങ്ങൾ വിളിച്ചു പോകുന്ന വരികളാണ് അല്ലെ. നമുക്ക് അതേ പ്രാർത്ഥനയുമായി ചേർത്ത് വെക്കാവുന്ന കവിതയാണ്. അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ കുട്ടികൾ തെന്മാവിനോട് എന്ത് ക്രൂരത കാണിച്ചിട്ടും അത് വീണ്ടും അടുത്ത ജന്മത്തിലും കുട്ടികൾക്ക് വേണ്ടി നിറച്ച് കായ്ച്ച് പൂത്ത് സമ്പൽ സമർത്ഥമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ മഹത്തായ ഒരു സത്യവും ആ തെന്മാവ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ടല്ലേ. നമുക്ക് എന്താണ്? സമ്പത്ത് കൂടുന്തോറും നമ്മൾ നമിക്കുകയാണ് അല്ലെങ്കിൽ വിനയാനിതരായി മാറേണ്ടതാണ് എന്നൊരു മഹത്തായ പാഠഭാഗം കൂടി ആ തേന്മാവ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഇവിടെ അതുപോലെ നിങ്ങൾ മാവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വയലോപ്പിളുടെ മറ്റൊരു കവിത ഓർമ്മ വരുന്നുണ്ടല്ലോ. ഏതാണ് ആ കവിത? മാമ്പഴം എന്നൊരു കവിത ഓർമ്മ വരുന്നില്ലേ? എന്താണ് ആ കവിത? ആ കവിതയുടെ പ്രത്യേകത എന്താണ്? മലയാളി ഉള്ളിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ ആത്മബന്ധം പുറത്തുന്ന ഒരു കവിതയാണ് ഏത്? മാമ്പഴം. മാതൃത്തിന്റെ നൊമ്പരം മനുഷ്യ മനസ്സിലേക്ക് ഊർന്നിറങ്ങുന്ന ഏത് വരണ്ട കണ്ണുകളെയും നിറഞ്ഞണിയിപ്പിക്കുന്ന ഒരു മഹത്തായ കവിത തന്നെയാണ് മാമ്പഴം എന്ന കവിത. ആ വരികൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടി, ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ, പൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നെ നീ. മകനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടൂൻ, പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാം ഭുജം വാടി, കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ, മാമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ദീർഘദർശനം ചെയ്യും ദൈവജ്ഞാരല്ലോ നിങ്ങൾ. തുങ്കമാമീനെ ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിനി സൗഗന്ധിക വർണ്ണമായി തീരും മുമ്പേ. മാമ്പഴം തിന്നാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂക്കി. എത്ര നമ്മുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഒരു ഗാനം അല്ലെ, ആ ഒരു കവിത ഏത് മലയാളികളെയും നൊമ്പരത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. കാലാതീതം കാവ്യ വിസ്മയമൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. കാലം ഉള്ളിടത്തോളം കാലം കാലത്തിന് അതീതമായി ഇത്തരം കവിതകൾ മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അതുപോലെ കവിതയുടെ അവസാന ഭാഗം എന്ന് പറയുന്നത് ആർക്കും വേണ്ടാതെ അനാഥമായി കിടന്ന മാമ്പഴം എടുത്തുകൊണ്ടുപോയി കുഞ്ഞിന്റെ കുഴിമാടത്തിൽ വെച്ച് വിലപിക്കുന്ന അമ്മ, നീ ഇത് നുകർന്നാലേ അമ്മയ്ക്ക് സുഖമാവൂ എന്ന് വിലപിക്കുന്ന ആ അമ്മയുടെ വേദന നമ്മുടെ എല്ലാ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്താറുണ്ട്. അപ്പോൾ മാവ് ഒത്തിരി കഥാപാത്രങ്ങളായി വരുന്ന കഥകളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം? ഇത്തരം കഥകളും കവിതകളും എല്ലാം നിങ്ങളും കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങളും സ്വയം രചിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. സ്കൂൾ തുറന്നു വരുമ്പോൾ നമുക്കിതെല്ലാം ചേർത്ത് പതിപ്പാക്കാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം, ടീച്ചേഴ്സിന് ഷെയർ ചെയ്യാം. അതുപോലെ എനിക്കും ഞാൻ പറഞ്ഞ ഫോൺ നമ്പറിൽ അയച്ചു തരാം. കൊച്ചു ചക്കരിച്ചി എന്ന പാഠഭാഗത്തിലേക്ക് വരാം. നിങ്ങൾ ടീച്ചർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. AP ഉദയഭാനുവാണ് ഈ ലേഖനം എഴുതിയത്. അദ്ദേഹം ആലപ്പുഴയിലെ മുട്ടത്താണ് ജനിച്ചത്. പത്രപ്രവർത്തകൻ, ഗദ്യകാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലയിലൊക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പിന്നെ വൃത്തവിചാരം, അർത്ഥവും അനർത്ഥവും, കളിയും കാര്യവും, ആനയും അല്പം തെലുങ്കും, ഇങ്ങനെ ഒത്തിരി പ്രശസ്തങ്ങളായ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ കൊച്ചിയക്കരിച്ചി എന്ന് പറയുന്ന ഉപന്യാസം ഒരു കഥാത്മക സ്വഭാവമുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ വളർന്നു വന്ന ഒത്തിരി മാവുകളുണ്ടായിരുന്നു. എന്നാലും അരുമപ്പേരിട്ട് ഓമന പേരുകൾ വിളിച്ചിരുന്ന കൊച്ചിയക്കരിച്ചി എന്ന പേരുള്ളൊരു മാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആ മാവുമായുള്ള ആ കുടുംബത്തിൻ്റെ ആത്മബന്ധമെല്ലാം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കും എല്ലാം ഇതുപോലെ ഓമന പേരൊക്കെ ഇട്ട് വിളിക്കാറുണ്ടല്ലോ. എന്തൊക്കെയാണ്, പൊന്നു ഒന്നോ, ചിന്നു ഒന്നോ, അമ്മു ഒന്നോ, ടിണ്ടു ഒന്നോ ഒക്കെ ഇട്ട് വിളിക്കാറുണ്ടല്ലോ. അതുപോലെ ഇവിടെ നമ്മുടെ ദേഫാനു അല്ലെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ മാവിനിട്ടുന്ന പേരാണ് കൊച്ചു ചക്കരിച്ച് എന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. നിങ്ങൾ പുസ്തകം എടുക്കുക, പാഠഭാഗം നോക്കുക. എല്ലാവരും പാഠഭാഗം എടുത്തല്ലോ. അതിൽ ആദ്യം തന്നെ നമുക്ക് കൊച്ചിയക്കരിച്ച് എന്നൊരു മാവിൻ്റെ ചിത്രം പോലെ തന്നിട്ടുണ്ടല്ലേ. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടിൻപുറത്ത് ഉത്സവമാണ്. ഗ്രാമീണാന്തരീക്ഷം മാമ്പൂവിൻ്റെ പരിമളമായ ഗന്ധം കൊണ്ട് നിറയും. ഉണ്ണിമാങ്ങ പരുവം മുതൽ മാവിൻ ചുവട്ടിൽ സദ്യ ആരംഭിക്കുകയായി. കണ്ണിമാങ്ങ പരുവം മുതൽ ആ പച്ചമാങ്ങ ഉപ്പും കൂട്ടി കറമുറ ചവച്ച് തിന്നുമ്പോൾ ആ വായിലൂറുന്ന വെള്ളം അത് നമുക്ക് വല്ലാതെ വായ്ക്ക് അല്ലെങ്കിൽ അണകൾക്ക് കോച്ചലുണ്ടാക്കുന്നതായിട്ട് തോന്നാറുണ്ടല്ലേ. ഏത് പരുവത്തിലാണ് മാങ്ങ ആസ്വാദ്യമില്ലാത്തത്? പച്ചമാങ്ങ അല്പം ഉപ്പും ചേർത്ത് കറമുറ ചവച്ച് തിന്നുമ്പോൾ ആ വായിലെ ഉമിനീർ കൊണ്ട് അണകൾ കൊച്ചിപ്പോകും അല്ലേ. അത്ര രസമാണ്. മാങ്ങ പഴുത്താലും പിന്നെ പറയാനുമില്ല. അതിൻ്റെ രസം ആ പരമോച്ച നിലയിലെത്തുന്നു. ആ അമൃതരസത്തെ മറികടക്കാൻ മറ്റൊന്നിന് ആവില്ല തന്നെ. നമ്മൾ പി രാമചന്ദ്രൻ്റെ മാമ്പഴക്കാലം എന്നൊരു കവിതയുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ കൊച്ചുകുട്ടി പിന്നെ ഇതുപോലെ ചോദിക്കുന്നുണ്ട്, ഫ്രൂട്ടി കുടിച്ചിട്ട് ഈ ഫ്രൂട്ടി രുചി പോലെയാണോ അച്ഛനെയൊക്കെ കഴിച്ചിരുന്ന മാങ്ങയുടെ രുചി എന്ന് ചോദിക്കുന്നുണ്ട്. ആ മാമ്പഴക്കാലം എന്ന കവിത നമുക്കൊന്ന് കേട്ടു നോക്കാം. കൊച്ചിയക്കരിച്ചി എന്ന പാഠഭാഗത്തിൻ്റെ ഒരു പാരഗ്രാഫ് ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു.
വളരെ നല്ല നമ്മുടെ എല്ലാം മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകളെല്ലാം നമുക്ക് ഈ പാഠഭാഗത്ത് എത്തിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഒത്തിരി ഓർമ്മകൾ കാണും അല്ലേ? അപ്പോൾ നിങ്ങൾ അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ നടത്താൻ ശ്രമിക്കുക. നിങ്ങൾ നോട്ട്ബുക്കിലും മറ്റത് കുറിച്ച് വയ്ക്കുക. നമുക്ക് സ്കൂൾ തുറന്നു വരുമ്പോൾ അത് പതിപ്പാക്കാം. മാമ്പഴക്കാലത്തിൻ്റെയൊക്കെ ഓർമ്മ വരുന്നപ്പോൾ, അല്ലെങ്കിൽ ചെറുപ്രായത്തിലേക്കുള്ള ഞങ്ങളുടെ കുട്ടിക്കാലവും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. മധുരിക്കും ഓർമ്മകളെ എന്ന് തുടങ്ങുന്ന നല്ല മധുരമുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നൊരു ഗാനമുണ്ടല്ലോ. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ്സിലത്തെ ടീച്ചർ 2 വരി പാടിത്തന്നു. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും. ആ ഗാനം മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാൻ ടീച്ചർ ആഗ്രഹിക്കുന്നു. ടീച്ചർ ശ്രമം നടത്തുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ക്ഷമിക്കണം കേട്ടോ ടീച്ചറിനോട്. അപ്പോൾ എല്ലാവരും പാഠഭാഗം, നമ്മൾ പഠിച്ച പാഠഭാഗം നന്നായിട്ട് വായിക്കുക. തുറന്നുള്ള പാഠഭാഗം ഒന്ന് വായിച്ച് വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോകില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഒരു കൊമ്പിൽ മണ്ണ് കൊണ്ട് വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂവ് കൊണ്ട് വിരുന്നൊരുക്കാം, ഒരു നല്ല മാങ്കനിയ മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൻ കനിവിനായി ഒരു കാറ്റിൻ കനിവിനായി പാട്ടു പാടാം. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഒരു നുള്ള് പൂവെറുത്ത് മാല കോർക്കാം, ഒരു പുള്ളിക്കുയിലിനൊത്ത് കൂവി നിൽക്കാം, ഒരു വാഴക്കൊമ്പിൽ നിന്നും തേൻ കുടിക്കാം, ഒരു രാജാ ഒരു റാണി, ഒരു രാജാ ഒരു റാണിയായി വാഴാം. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ